ACPയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ACPയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്തായിരുന്നു അതിൻ്റെ തുടക്കം. അൽ ഇന്ത്യ അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ആ ചാരിറ്റിയുടെ തുടക്കത്തിന് പിന്നിലൊരു ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരു കൂട്ടുകാരുപ്പാനം മരണം മുതലാണ് ആ ചാരിറ്റിയുടെ തുടക്കം. ആ കുട്ടിക്കുള്ള സഹായത്തിന് വേണ്ടി ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ തുടങ്ങി. ഇന്ന് ആ ചാരിറ്റി പൊതുസമൂഹങ്ങളിൽ, പൊതുജനങ്ങളിൽ, പൊതു സ്ഥാപനങ്ങളിൽ ആ ചാരിറ്റി ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നതാണ്. ഒരു എത്തിയുമായ ഒരു കുട്ടിക്ക് വേണ്ടി തുടങ്ങിയ ആ ചാരിറ്റി ഇന്ന് ഒരു സമൂഹത്തിന് വരെ ഉപകാരപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറി. അതിന് പേരിട്ടത് വാഴക്കാടുള്ള മോസിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം അൻസാരി എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ സഹായി എന്നാണ്. പക്ഷേ ഫസ്റ്റത്തെ ആ സുഹൃത്തിനുള്ള സഹായത്തിന് ഞങ്ങൾ പണം എവിടുന്ന് കണ്ടെത്തും എന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം ആ ചാരിറ്റി ഞങ്ങൾ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന് ഫണ്ട് എവിടുന്ന് കണ്ടെത്തും എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്ന് ആ ചാരിറ്റിക്ക് ഫണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും ജോലിയും അതിൽ നിന്നൊക്കെ ഒരു വരുമാനം അതിലേക്ക് കണ്ടെത്തി ആ ചാരിറ്റിയെ മുന്നോട്ട് കൊണ്ട് നയിക്കുകയാണ്. അതിൻ്റെ 5ാം വാർഷികമാണ് ഈ വരുന്ന ജൂൺ മാസത്തിൽ ഏതെങ്കിലും ഒരു തീയതിയിൽ അതിൻ്റെ വാർഷികം നടത്തുന്നുണ്ട്. എറണാകുളത്ത് വെച്ചായിരിക്കും. വളരെ പൂർണ്ണ സന്തോഷകരമായിട്ടാണ് നമ്മൾ അതിനെ വരവേൽക്കുന്നത്. ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയ ചാരിറ്റി ഇന്ന് സമൂഹത്തിന് തന്നെ ഒരു മാതൃകപരമായ ഒരു ചാരിറ്റിയാണ്. കാരണം മറ്റു പൊതുജനങ്ങളിൽ നിന്നുള്ള പണപ്പിരിവോ അത്തരമായ ഒരു ക്രമക്കേടുള്ള ഇടപാടുകളൊന്നുമില്ലാതെ സത്യസന്ധമായിട്ട് ആ ചാരിറ്റിയെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞത് വളരെ സന്തുഷ്ടമാകുന്നു. പിന്നെ അതിൽ കിട്ടിയ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്തോറും ദൈവം നമുക്ക് വേറെ വഴി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഞാൻ ആ ചാരിറ്റിയിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. നമ്മൾ എത്ര ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് വെച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ദൈവം അങ്ങനെയാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവർ മേലെയുള്ളവൻ ആകാശത്തുള്ളവൻ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമെന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ചാരിറ്റിയുള്ള അനുഭവം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് ഈ ചാരിറ്റിയുടെ മഹത്വം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചാരിറ്റിയിൽ 14 അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും പൂർണ്ണ സഹപ്രവർത്തകരുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ചാരിറ്റിയെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചാരിറ്റിയുടെ 2024 അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ചാരിറ്റിയുടെ ചെയർമാനായ പ്രവാത്ത് കുളപ്പറമ്പ് പരമോന്നത പുരസ്കാരം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വലിയ പെരുന്നാളിന് അത് സമ്മാനിക്കുന്നതാണ്. വളരെ സന്തോഷത്തോടെ ആ ചാരിറ്റി ഞങ്ങൾ കാണുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. അസ്സലാമു അലൈക്കും.